ജീമനൊന്നും പറഞ്ഞില്ല. മോളിയോടൊന്ന് സംസാരിക്കണം. അതെ, ഞാനൊരു വണ്ടി ബ്രോക്കറാണ്, കല്യാണ ബ്രോക്കർ അല്ല. ഈ പ്രേമത്തിലൊന്നും അല്ലേലും എനിക്ക് വിശ്വാസമില്ല. ഞാൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയത് അവൾക്ക്. അന്നത്തെ എൻ്റെ സാഹചര്യം ഒന്നും അങ്ങനെ ആയിരുന്നുടാ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ സാർ അതിന് ശേഷം കല്യാണമൊന്നും കഴിച്ചില്ലേ? വിവാഹമൊക്കെ കഴിച്ചു, 3-4 കൊല്ലം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. അതങ്ങ് പോയി. പിന്നെ കല്യാണം കഴിക്കണമെന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മോളിയെ കണ്ടപ്പോൾ സാറ് വിഷമിക്കണ്ട, നമുക്ക് ചേച്ചി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. സമ്മതിക്കും പോരെ? ചേട്ടത്തി എന്തരാ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നീ എന്താണ് ഇന്ന് തളഞ്ഞു വിട്ടുന്നത്? കാശുവല്ലോ വേണോ? ഞാൻ നമ്മുടെ ആ കുട്ടമ്പിള്ള സാറിന്റെ കാര്യം. അയാൾക്ക് വട്ടാണ്. ഈ പ്രായത്തിൽ ഞാൻ അയാളെ കെട്ടണോ? പണ്ട് അയാളുടെ വാക്കേ ഞാനിന്ന് വിശ്വസിച്ചതാണ്. അതെ, ഇനി ദൂരോട്ട് എങ്ങോട്ടൊന്നും പോവില്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്ന സാറ് പറഞ്ഞു. എടാ, എനിക്ക് പ്രേമോ കല്യാണം നിന് വേണ്ട. ഒരു പരി പള്ളിയിൽ അച്ഛന്മാരെ പറ്റി സംസാരിക്കരുത്. നിങ്ങളല്ലേ ഇവിടെ പ്രേമം ചൂളൊന്നുമാണ് തേങ്ങയാണെന്നൊക്കെ നാട്ടുകാരെന്ത് പറയുന്നത് വിചാരിക്കണ്ട. അതൊക്കെ സാറ് വെക്കും. അയാൾ ഇവിടെ ഉണ്ടാ. അല്ല ഇത് അതെ, ആ താക്കോലും തന്നെ, താക്കോൽ തരാൻ മറകട്. കേറ്. എന്തിന് കേറാൻ? ഒന്ന് പതുക്കെ പോയി. ഒന്നുമില്ല, ഒന്നും വരരുന്നേ. ചത്തിട്ടില്ല. ഇറങ്ങി ഇറങ്ങാൻ. ഈ വണ്ടിയുടെ പുറകിൽ ഒരാളിച്ച ആളാണ് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് നീ പറഞ്ഞത്? ഇത് തന്നെ ഞങ്ങൾക്ക് പേടി. ആ ആളാണ് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോണത്. അത് നിനക്ക് വേറെ പണിയില്ലടാ. എന്താ? അതെ, ഒന്ന് നിന്നേ. ഒരു പ്രശ്നമില്ലാത്ത എൻ്റെ വണ്ടിക്ക് ഇവിടെ കുഴപ്പമുണ്ട്, അവിടെ കുഴപ്പമുണ്ട്, അവിടെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞ എന്തിനാ? കൂടുതൽ അഭ്യാസം കാണിക്കല്ലേ, എന്നെ ഇവിടെ വീണ്ടും കൊണ്ടുവരാനല്ലേ. എന്നിട്ടും എന്തിനാ എന്നെ വീണ്ടും കാണണ്ടെന്ന് പറയുന്നത്? വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് പേരിടും? ഭഗവതി വിലാസം കോളനി എന്ന് പേരിട്ടാലോ? വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കാനല്ല. പിന്നെ എന്ത് പേരിടും? ഡാഗിനി എന്നിടാം. എന്ന് വെച്ചാ കേട്ടിട്ടില്ലേ? ഡാഗിനി, സുന്ദരിയും സൽ സ്വഭാവിയുമായ ഒരു അമ്മൂമ്മ. ദുഷ്ടന്മാർ അവരുടെ പേര് കേട്ടാൽ ഭയന്ന് വിറയ്ക്കും. മൊത്തത്തിലൊരു നന്മ വരും. അമ്മൂമ്മയല്ല ചേച്ചി, നിങ്ങളുടെയൊക്കെ പ്രായം വരും. അല്ല, മഹാഭാരതത്തിലുണ്ടോന്നൊരു സംശയം. കാണും. ദുഷ്യന്തന്റെ ആരോ അവൾ. എന്തായാലും പേര് കേൾക്കാൻ ഒരു കുമ്മൊക്കെ ഉണ്ട്. ആണല്ലേ? എങ്കിൽ നമുക്ക് ആ പേര് തന്നെ ഇടാം. ഇതിൽ നീയുണ്ടോടാ? ഞാനെന്തിനാ? ഞാൻ നിങ്ങളെ പോലെ അമ്മൂമ്മയോ നന്മവരൊന്നും അല്ലല്ലോ. സരോജേ, ഇവനെ കൂടി ഇതിൽ ചേർക്കണം. സാധനങ്ങൾ വാങ്ങിക്കാൻ ഇനി ഇതിൽ കൂടി പറഞ്ഞാൽ മതിയല്ലോ. അത് ശരി, നിന്നെ കൂടെ ചേർക്കാട്ടാ.
ഇതാ വേറെ എന്തെങ്കിലും വേണോ? എന്നേട്ടാ മോൻ്റെ പേരെന്താ? മോൻ്റെ പേരെന്താ? വിൻസെന്റ്. വിൻസെൻ്റ്, ഇത് കള്ളനാ. ഇത് കളയോട്ടം എടുത്തോണ്ട് പോയേ. നീ ഇത് എന്നെ പഠിപ്പിക്കുക? നോട്ട് പറ്റിയതാടാ. വാ. നീ അറിയാം, ഒരു സാധനം ഞാനിവിടെ ഒളിപ്പിച്ചു. എന്ത്? ഏതൊരു 5 കോടി രൂപ. അതിപ്പോഴും കാണാനില്ല. ജീവിക്കാൻ പല പണിയും ചെയ്തു. ഒടുവിൽ ഹവാലി മായൻ അവനെന്നെ കൊല്ലും.